ഈ ഗോവിന്ദ്, അഭിജിത്ത്, സാരംഗ് ഈ 3 പേരും കൂടെ ചേർന്നാണ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിലേക്ക് എത്തിയത്. ഡോഗിനുള്ള ഫുഡ് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു ഫസ്റ്റ് വെഞ്ചറും കേരളയാണ്. കറൻലി നമ്മൾ ചിക്കൻ കോംബോ പാക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ കറൻലി മിൻസ്ഡ് ആയിട്ടുള്ള ചിക്കന് വെറൈറ്റി കോമ്പിനേഷൻ ഓഫ് വെജിറ്റബിൾസ്, ബോൾഡ് റൈസ്, ഫ്രൂട്ട്സ് വരുന്നൊരു കോമ്പിനേഷനാണ്. അത് ജോലി മാത്രമല്ല ജീവിതത്തിൽ ഇതായിട്ടുള്ളത്, അതിനേക്കാൾ ഉപരി സമൂഹത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. മൈ ഡോഗ് ഈറ്റ്സ് ബെറ്റർ ദാൻ ഐ ഡു എന്ന് തന്നെയാണ് ഞങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം നമ്മുടെ നായകൾ കഴിക്കണം. ഇന്ന് കഴിച്ച ഭക്ഷണം ശരിയായില്ല എന്ന് അവർക്ക് പറയാനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന അത്രയും നല്ല ഭക്ഷണം, ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണം അവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഡോഗ്സിന് ഫുഡ് വരുന്ന ഒരു ആപ്പ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റാണ്. നമസ്കാരം. നമ്മുടെ അരുമകളായ വളർത്തു നായ്ക്കൾക്ക് എങ്ങനെയുള്ള സുരക്ഷിതമായ ഫുഡാണ് നാം കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പാക്കറ്റ് ഫുഡുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ ഒരു ചിന്ത 3 യുവാക്കൾ ചേർന്നുള്ള സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. നായ്ക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണശാല. കേരളത്തിൽ തന്നെ കോട്ടയത്താണ് ആദ്യമായി ഇങ്ങനെയൊരു ഭക്ഷണശാല അതിന് തുടക്കമിട്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പായി തുടങ്ങിയ ആ 3 യുവാക്കളെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങളാണ് ആ സംരംഭകരല്ലേ? നമുക്കൊന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ഗോവിന്ദ്, സ്ഥലം കോട്ടയമാണ്. എൻ്റെ പേര് സാരംഗ്, കോട്ടയം തന്നെയാണ് സ്ഥലം. ഞാനൊരു IT സ്ഥാപനം നടത്തുന്നുണ്ട്. ഒപ്പം ഗ്യാസിൻ്റെ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നുള്ള ഒരാളെന്ന് പറയുന്നത് അഭിജിത്താണ്, ഡോക്ടറാണ് അദ്ദേഹം. അയാൾ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് തിരക്കുകളായിട്ട് സ്ഥലത്തില്ല. ഈ ഗോവിന്ദ്, അഭിജിത്ത്, സാരംഗ് ഈ 3 പേരും കൂടെ ചേർന്നാണ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിലേക്ക് എത്തിയത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോഗിനുള്ള ഫുഡ് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു ഫസ്റ്റ് വെഞ്ചറും കേരളയാണ്. ചിക്കൻ കോംബോ പാക്ക് എന്ന് പറയുന്നത് 100% ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോട്ടയം കഞ്ഞിക്കുഴിയിലാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഹബ്ബ് വരുന്നത്. കറൻലി നമ്മൾ 15 കിലോമീറ്റർ ചുറ്റളവിൽ 100% ഹോം ഡെലിവറി ഫ്രീ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ, അതായത് നമുക്ക് ഒരു വെറ്റിനറി ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടർ മെൻഡറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് പ്രകാരം നമ്മൾ നായ്ക്കളിൽ കണ്ടുവരുന്ന പല ടൈപ്പിലുള്ള അലർജിയും കാര്യങ്ങളും അതായത് പാക്കറ്റ് ഫുഡ്, ഡ്രൈ ഫുഡ് കൊടുത്ത് കഴിച്ച് നായ്ക്കൾ പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും കണ്ടുവരുന്നു. ഇത് കൂടാതെ തന്നെ അവരുടെ ലൈഫ് സ്പാനെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടെത്തി പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട്, ഒരു അവയർനെസ് ആയിട്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. നിങ്ങൾ നേരത്തെ മുതൽ സുഹൃത്തുക്കളാണോ? അതെ, നേരത്തെ മുതൽ സുഹൃത്തുക്കളാണ്. അപ്പം ആ ഒരു ടൈമിലൊക്കെ ഗോവിന്ദ് ഡോഗിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് തന്നെ രാത്രിയാകുമ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്ക് 9 മണി എന്ന് പറയുന്ന സമയമാകുമ്പോൾ കൃത്യം എത്ര വലിയ തിരക്കുകളുണ്ടെങ്കിലും വീട്ടിലേക്ക് പോകുമായിരുന്നു. ഡോഗിന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നൊരിതാണ്. എനിക്കും ഒപ്പം പട്ടിയുണ്ട്. അപ്പം ഇവൻ പോകുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമൊക്കെ കളിയാക്കുമായിരുന്നു. പിന്നെയാണ് കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഡോഗുണ്ട്, ബോക്സർ ബ്രീഡ് ചെയ്യപ്പെട്ട ഒരു ഡോഗാണ്. അപ്പം ഒപ്പം എൻ്റെ ഫാമിലി വെജിറ്റേറിയൻസ് ആണ് ഞങ്ങൾ. അപ്പം സ്വാഭാവികമായിട്ടും നോൺ വെജ് ഫുഡോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ കുക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും സാധിക്കാറില്ല. ഒപ്പം പാക്കറ്റ് ഫുഡായിരുന്നു ഡോഗിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ ഡോഗിന് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും. അപ്പോൾ ഡോക്ടറും ഉണ്ടായിരുന്നു, അബീത്തും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും പരസ്പരം ഷെയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലാണ് ഗോവിന്ദിന് ഇങ്ങനെ ഒരു ആശയം തോന്നുന്നതും ഞങ്ങളത് സംസാരിക്കുന്നതും. ഒരു വെറ്റിനറി ഡോക്ടറുമായിട്ട് സംസാരിച്ച് അദ്ദേഹം മെൻഡറായിട്ട് തന്നെ നമ്മൾ 1 വർഷത്തോളം ടൈം എടുത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സർട്ടിഫിക്കേഷനോട് കൂടി തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുള്ള ഫുഡുകളാണ് നമ്മൾ ഇപ്പം നിങ്ങളോട് കൊടുക്കുന്നത്?
കറൻലി നമ്മൾ ചിക്കൻ കോംബോ പാക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ കറൻലി മിൻസ്ഡ് ആയിട്ടുള്ള ചിക്കന് വെറൈറ്റി കോമ്പിനേഷൻ ഓഫ് വെജിറ്റബിൾസ്, ബോൾഡ് റൈസ്, ഫ്രൂട്ട്സ് വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പം ഇതിന് കറക്റ്റ് എത്ര അളവിലുള്ള, ബേസിക്കലി ഡോഗ്സിനെ തന്നെ ചെറിയ ടൈപ്പ് ഡോഗുണ്ട്, മീഡിയം സൈസ് ഡോഗുണ്ട്, വലിയ ടൈപ്പ് ഡോഗുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് കാര്യങ്ങൾ, ഇവർക്ക് എന്തുമാത്രം അളവിൽ ഫുഡ് കൊടുക്കണം, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് പ്രകാരമാണ്. അപ്പം ഈ പ്രോഡക്റ്റ് തന്നെ കറൻലി ഫ്രഷ് ഫുഡ്, അതായത് 100% ഹൈജീനിക്കോട് കൂടി ഫ്രഷ് ആയിട്ട് നമ്മൾ അതാത് ദിവസമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമുക്ക് കറൻലി മന്ത്ലി കസ്റ്റമേഴ്സാണ് കൂടുതലും ഉള്ളത്. അതല്ലാതെയുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. നമ്മളൊരു 3 മണി to 6 മണി ടൈമിൽ ഡെലിവറി ചാർട്ട് ചെയ്ത് ഒരു 6 മണിക്ക് ശേഷം വീട്ടിലെത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ തന്നെ വൈകിട്ട് ഫുഡ് കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുഡ്, അതായത് ഡോഗ്സിന് തന്നെ ഇവർക്ക് എപ്പോൾ ഫുഡ് കൊടുക്കണം, ഇതിനൊക്കെ ഒരു റൊട്ടീൻ ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ 3 പേരും ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ 1 വർഷം സ്റ്റഡി നടത്തിയെന്ന് പറഞ്ഞ് അതൊരു 30 വെറൈറ്റി ബ്രീഡോളം ഡോഗുകളെ വെച്ച് സയൻറ്റിഫിക് സ്റ്റഡി നടത്തി അവരുടെ റിസൾട്ട് കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്ത് അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തി. എന്തുമാത്രം അളവിൽ ഫുഡ് വേണം എന്നുള്ള ഒരു സൊല്യൂഷനൊക്കെ എത്തിയതിന് ശേഷമാണ് നമ്മൾ കൊമേഴ്ഷ്യലി ലൈസൻസ് എടുത്ത ഒരു സ്ഥാപനമാക്കി നമ്മൾ തുടങ്ങിയത്. 3 മാസമായി ഇവിടെ തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയിട്ട് 3 മാസമായി. ഇനിയിപ്പോൾ കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും, ഞങ്ങൾ കോട്ടയം സ്വദേശികളായതുകൊണ്ട് തന്നെ കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും കോട്ടയത്തെ ആളുകളെ നമുക്കറിയാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ നേറ്റീവ് സ്ഥലം കോട്ടയമാണ്. അപ്പം ഇതിൻ്റെ ഓൺലൈൻ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി സപ്പോർട്ടിങ് ഒക്കെ നല്ല രീതിയിലുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്ഥാപനം കണ്ടറിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മൾ, അതായത് ഇപ്പം 50,000-60,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഡോഗ്സ് ആണ് ബേസിക്കലി പ്രീമിയം ആയിട്ട് ഡോഗിനെ വളർത്തുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ആദ്യം ഇവർക്കൊരു ഇത് ഫേക്കാണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവം ഇവർ കൊടുക്കുന്നുണ്ട്, എവിടെ നിന്നുള്ള ചിക്കനാണ്, അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇത് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഫുഡ് വാങ്ങിക്കുന്നത്. നമ്മൾ അതിനുപോലും നമ്മളെ കസ്റ്റമേഴ്സിന് വെൽക്കം ആയിട്ടാണ് നമ്മളിവിടെ കരുതുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ നമ്മുടെ ഡോഗ്സിനും, അവർക്ക് ഇതിനൊരു ഉത്തരം, ഇന്ന് കഴിച്ച ഭക്ഷണം ശരിയായില്ല എന്നൊന്നും അവർക്ക് പറയാനായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന അത്രയും നല്ല ഭക്ഷണം, ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണം അവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. എങ്ങനെ നിങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഡെലിവറി ഒക്കെ ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് ഡെലിവറി സ്റ്റാഫായിട്ട് ഒരാളുണ്ട്. നമുക്ക് കറൻലി അരുൺ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ കാര്യങ്ങൾ മെയിനായിട്ടെല്ലാം നോക്കുന്നത്. കൂടാതെ സാരംഗ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 പേരാണ് മെയിൻലി ഇവിടെ ഉള്ളത്. നിങ്ങൾ 3 പേരും 3 പ്രൊഫഷണൽ ആളുകളാണല്ലേ? അതെ. ഞാൻ ഒരു IT സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു വെൽനസ് ഗ്രൂപ്പിൻ്റെ പാർട്ടും കൂടെയാണ്. കോട്ടയത്ത് തന്നെയാണ്, കഞ്ഞിക്കുഴിയിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. പിന്നുള്ളത് ഡോക്ടർ അബീത്താണ്. അബീത്ത് ഹോസ്പിറ്റൽ, ആത്മ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൻ്റെ MDയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അദ്ദേഹം ഇതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. ഗോവിന്ദാണ് കൂടുതലും ഈ സമയം ഇവിടെ ചെലവഴിക്കുന്നത്. അതെ, ഗ്യാസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. ഇതുകൂടാതെ സാരംഗും ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡോക്ടർ തിരക്കായതാണ്. എന്താണ് താങ്കളുടെ പ്രൊഫഷൻ? ഞാൻ ആക്ച്വലി അതായത് എൻ്റെ പേരൻസും സർക്കാർ ജോലിയിലുണ്ടായിരുന്നതാണ്. അപ്പം ആ ഒരു ഇതിൽ സർക്കാർ ജോലിക്ക് വേണ്ടി പഠിച്ച് കേരളത്തിലെ ആദ്യത്തെ CPOയുടെ റാങ്ക്, അതായത് പ്രിലിംസ് മെയിൻസ് ബാച്ച് ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രിലിംസിൻ്റെ CPOയുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയും കൂടെയാണ്. നല്ല റാങ്ക് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് സർക്കാർ ജോലി കിട്ടിയില്ല. അങ്ങനെ പോലീസ് ആകാനായിരുന്നു ആഗ്രഹമല്ലേ? അതെ, പോലീസ് ആവേണ്ടതായിരുന്നു. പക്ഷേ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡോഗ്സ് ഉണ്ട്, സ്വന്തമായിട്ട് നമുക്ക് ഡോഗ്സ് ഉണ്ട്. അപ്പം അവർ നേരിടുന്ന അസുഖങ്ങളും അതുപോലെ ഈ അലർജികളും നിരന്തരമായി വരുന്ന ഇതിനും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലേക്ക് വന്നു. പിന്നെ അതിൽ നിന്നൊരു ആശയം ഞങ്ങൾ 3 പേരും കൂടെ സംസാരിച്ച് പല ടൈമിൽ പല രീതിയിൽ പലപ്പോഴും സംസാരിച്ച് അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം സത്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു സർക്കാർ ജോലി എന്നുള്ള ഒരു സംഭവത്തിൽ നിന്നും, അതായത് അത് ജോലി മാത്രമല്ല ജീവിതത്തിൽ ഇതായിട്ടുള്ളത്, അതിനേക്കാൾ ഉപരി സമൂഹത്തിലേക്കും സമൂഹത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ? അതെ, ഇപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് 3 തരത്തിലാണ്. നമുക്ക് ഡോഗ്സിനെ തിരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ സ്മോൾ ഡോഗ്സിനാണെങ്കിൽ 300 ഗ്രാംസും, ലാർജ് ബ്രീഡ്സിനാണെങ്കിൽ 1 kg പ്രോഡക്റ്റും, ഹെവി ബ്രീഡ്സിനാണെങ്കിൽ 1.5 kg പ്രോഡക്റ്റുമാണ് നമ്മൾ ഇപ്പം ഡെലിവറി ചെയ്യുന്നത്. ചിക്കൻ കോംബോ പാക്ക് എന്ന് പറഞ്ഞ ഒരു പാക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഡോഗ്സിന് നമ്മൾ ഫുഡ് അതിനനുസരിച്ചുള്ള കോമ്പിനേഷനിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒബേസിറ്റി ഉള്ള ഡോഗ്സിനാണെങ്കിലും, അല്ലാതെ ഇപ്പോൾ
പലതരത്തിലുള്ള ഡയറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കൊടുക്കുന്നുമുണ്ട് ഓൾറെഡി. ഇതിപ്പം എവിടെയൊക്കെ നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എൻക്വയറി വരുന്നുണ്ടോ? ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിലേക്കാണെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെയാണ് മാർഗം? നമ്മളിപ്പോൾ കറൻ്റ് നമുക്ക് 2 വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നമ്മൾ തീർച്ചയായും അപ്പം തന്നെ മറുപടി തരുന്നത്. ആപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അതിൻ്റെ ഓരോ 2 സ്റ്റെപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഇതിലാണ്. അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഡോഗ്സിന് ഫുഡ് വരുന്ന ഒരു ആപ്പ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റാണ്. വീടുകളിൽ തന്നെ നമ്മൾ 24 hours എത്തിക്കുക എന്നുള്ളൊരു. അതെ, അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. അതെ, ഏതായാലും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ സ്നേഹിക്കുന്ന ആ മൃഗങ്ങൾക്ക് ഒരുപാട് നമ്മൾ കേൾക്കാറുള്ളതല്ലേ? അതെ അതെ അതെ. ഇപ്പം ഒരുപാട് നായ്ക്കളെ ആണെങ്കിലും പല മൃഗങ്ങളെ ആണെങ്കിലും തെരുവിൽ ഉപേക്ഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൈ ഡോഗ് ഈറ്റ്സ് ബെറ്റർ ദാൻ ഐ ഡു എന്ന് തന്നെയാണ് ഞങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം നമ്മുടെ നായകൾ കഴിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ചിന്തയും കാര്യങ്ങളും എല്ലാം വരുന്നത്. ലക്ഷ്യം അതെ, നമ്മുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണ്. അതെ, ഇങ്ങനെ ഒരു സാധ്യത അത് എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്തിയത്? നമ്മുടെ സർക്കിളിൽ തന്നെ ഒത്തിരി പേർക്ക് ഡോഗ്സ് ഉള്ള, ഇപ്പോൾ ഇവന് എല്ലാവർക്കും ഡോഗ്സ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ഇവർക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുന്നതിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം നേരിടുന്ന പ്രധാനമായ ഒരു പ്രതിസന്ധി. അത് കൃത്യ ഒരു സമയത്ത് എത്തിക്കുക, ഇവരുടെ ഡയറ്റ് അനുസരിച്ച് എത്തിക്കുക. അപ്പം അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ആശയം കേരളത്തിൽ നമ്മൾ അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് കൊടുത്ത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കേരളം എന്നല്ല, ഡോഗ്സിന് നമ്മുടെ ക്യാപ്ഷൻ തന്നെ മൈ ഡോഗ് ഈസ് ബെറ്റർ ദാൻ ഐ ഡു എന്ന്. അതായത് നമ്മൾ കഴിക്കുന്ന അത്രയും ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെ നമ്മുടെ ഡോഗ്സിന് ഹൈജീനിക് ആയിട്ട്, ഫ്രഷ് ആയിട്ട്, ഓർഗാനിക് ആയിട്ട് മാക്സിമം ഡോഗുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ പ്രധാനമായിട്ടുള്ളത്. അതിന് നമ്മൾ മാക്സിമം നമ്മളാൽ ചെയ്യുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. അതായത് കോട്ടയത്ത് നിന്നല്ല, എവിടെയാണെങ്കിലും നമ്മളിത് ഇപ്പം നമ്മളിത് കോട്ടയത്ത് ചെയ്തേക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ പ്രതിസന്ധികളും കാര്യങ്ങളെല്ലാം പക്ഷേ നമുക്ക് വളരെയധികം സപ്പോർട്ടാണ് കോട്ടയത്ത് നിന്ന് ലഭിക്കുന്നത്. ഇത് കാരണം കസ്റ്റമേഴ്സ് അല്ല, ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരും ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ ഇത് ചെയ്തും വളരെയധികം സപ്പോർട്ടോടു കൂടിയാണ് വരുന്നത്. കോൾസും എൻക്വയറീസും എല്ലാം നമുക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്നുണ്ട് എൻക്വയറീസ്. തന്നെ അവിടെ എല്ലാം എത്തിച്ചേരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും അവിടെ തന്നെ എത്തിക്കാനുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ എല്ലാ പണിപ്പുരകൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ 3 പേരും ഡോഗ് ലവേഴ്സാണ്. ഈ 3 കൂട്ടുകാരുടെ കൂട്ടായ്മയിൽ പിറന്ന ആ സംരംഭം വിജയത്തിലെത്തി നിൽക്കുകയാണ്. നായ്ക്കളുടെ ഭക്ഷണശാല ഇപ്പോൾ വൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. 100% ഹൈജീനിക്കായ ബെറ്റർ ഫുഡ് നായ്ക്കളിലേക്ക് വീടുകളിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ക്യാമറാമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.